നിങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ വാർത്തകളിലൊക്കെ ആയിട്ട് പലരും കണ്ടു കാണും. ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ തലയിൽ ഒരാൾ ഇസ്തിരി പെട്ടി വെച്ച് അടിച്ചു, അയൺ ബോക്സ് വെച്ച് അടിച്ചു, തല പൊട്ടിച്ചു, 7-8 തയ്യലൊക്കെ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണണം. കാരണം ഞാനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഏകദേശം 8000-ൽ കൂടുതൽ ആളുകൾ കണ്ടു. അപ്പോൾ അവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ അറിയണം, ഇത്ര എന്തായാലും നിങ്ങൾ അറിഞ്ഞല്ലോ ഈ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നവർ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഫുഡ് ഓർഡർ ചെയ്യുന്നവർക്ക് അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്താണോ, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണോ ഒന്നും അറിയത്തില്ല. അവരെ ആപ്പിൽ കയറുന്നു, ഓർഡർ ചെയ്യുന്നു, കൊണ്ടു കൊടുക്കുന്നു, ഡെലിവറി ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ കൊണ്ട് കൊടുക്കുന്നു. ഇത്രയും മാത്രം അവർക്കറിയാം. അല്ലാതെ പക്ഷേ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു കാര്യവും ഫുഡ് ഓർഡർ ചെയ്യുന്ന പലർക്കും അറിയത്തില്ല. അതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് 100%-ൽ ഒരു 10% പേർക്ക് എന്താണ് കാര്യമെന്ന് പോലും അറിയത്തില്ല. ഫുഡ് കഴിക്കാൻ തോന്നുന്നു, ഓർഡർ ചെയ്യുന്നു, ഒരാൾ കൊണ്ട് തരുന്നു, പൈസ കൊടുക്കുന്നു, ചിലർ കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് നടക്കുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണ് കാര്യം എന്ന് കേട്ടാൽ, ഞാനും സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ഡെലിവറി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായത്, ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ തലയിൽ അല്പം ലേറ്റായെന്ന് പറഞ്ഞും കൊണ്ട് ഒരു മനസാക്ഷി പോലും ഇല്ലാതെ ഒരു ക്രൂരമായിട്ട് പുള്ളിക്കാരൻ്റെ തലയിൽ അയൺ ബോക്സ് കൊണ്ട് അടിച്ചു. പുള്ളിക്കാരൻ്റെ തല പൊട്ടി, 7 തയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന കാര്യം വിശദീകരിച്ച് പറയാനാണ് വന്നത് ഞാനിപ്പോൾ. അതായത് നിങ്ങളിപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓർഡർ എന്ന് പറഞ്ഞ സാധനം നമ്മളല്ല, ഈ ഓർഡറിൻ്റെ പുള്ളിക്കാരനല്ല കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഈ സ്വിഗ്ഗിയിലായിക്കോട്ടെ, സൊമാറ്റോയിലായിക്കോട്ടെ, ഏത് ഡെലിവറി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഓർഡർ നേരെ പോകുന്ന റെസ്റ്റോറൻറ്റിനാണ്. ഈ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഈ കുക്ക് ചെയ്ത് അവരെടുത്ത് ഓർഡർ റെഡി കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് പോയി സാധനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറ്റത്തുള്ളൂ. ഇല്ലാതെ അവർ കുക്ക് ചെയ്യണതിന് മുമ്പ് നമുക്ക് പോയി അടുപ്പിൽ എണ്ണയും ഒഴിച്ച് തീയും കത്തിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ഫസ്റ്റ് വരാൻ നമുക്കല്ല, റെസ്റ്റോറൻറ്റിനാണ് പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ പോയി അവർ കുക്ക് ചെയ്തും അവർ നോട്ട് റെഡി അല്ല, അവർ റെഡി കൊടുത്താൽ മാത്രമേ ആ ഓർഡർ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ നോട്ട് റെഡി അടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് പോയി എടുത്തിട്ട് വരാൻ പറ്റും? അതൊരിക്കലും പറ്റത്തില്ല. അവർ ഓർഡർ ഈസ് റെഡി ഫോർ പിക്കപ്പ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ പോവുക, ഫുഡ് എടുക്കുക, കൊണ്ടുവരിക. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, ഒരു പുള്ളിക്കാരൻ നിങ്ങൾ 10:00-ക്ക് ഓർഡർ ചെയ്ത ഫുഡ് ഒരു പുള്ളിക്കാരൻ 11:30-ക്കാണ് കൊണ്ടുവന്നത്. നീ എന്താ താമസിച്ചത്, നീ എവിടെയാടാ പോയത്, നീ എന്തിനാ പോയത്, നീ എന്തിനാ വർക്ക് ചെയ്യണമെന്ന് കേട്ടും കൊണ്ട് അവൻ്റെ അടുത്ത് കയറി ചൊറിയാതെ നേരെ എന്ത് ചെയ്യണമെന്ന് കേട്ടുകഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ വിളിക്കുക. റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ട് അവിടെയുള്ളവരുടെ അടുത്താണ് കിടന്ന് ചൂടാവാൻ. അല്ലാതെ ഈ നമ്മുടെ പാവപ്പെട്ട മിഡിൽ ക്ലാസ് ഫാമിലിയുള്ളവരാണ് ഈ ജോലി ചെയ്യുന്നത്. ഈ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ചുമ്മാ നീ ആരടാ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടാൻ പോണെന്ന് ചുമ്മാ പോയി ചോദിക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് ഒരുത്തനുമില്ല. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. ഒരുത്തനെന്ന് പറയുമ്പോൾ ഇതിൽ ആണും വരും പെണ്ണും വരും. നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം എല്ലാ കാര്യവും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഈ ഹോട്ടലിൽ നിന്ന് അവർ റെഡി കൊടുത്താൽ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ മൾട്ടി ഓർഡർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മൾട്ടി ഓർഡർ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം വേറെ ഒരാളും ഫുഡ് ഓർഡർ ചെയ്യും. ഒരേ റൂട്ടാണെങ്കിൽ ചിലപ്പം നമുക്ക് തന്നെ ആ ഓർഡറും കൂടെ അടിച്ച് തന്നു വിടും. 2 ഓർഡർ ഒരുമിച്ച് തന്നു വിടും. ഇല്ലാത്ത പക്ഷം ഒരേ റൂട്ട് അല്ലെങ്കിൽ പോലും ഈ 2 ഓർഡർ നമുക്ക് തരും. ചില സമയത്ത് ഓർഡർ ഒരുപാടുണ്ടെങ്കിൽ മൾട്ടി ഓർഡറൊക്കെ അടിച്ചു കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ ഒന്ന് കിടക്കുന്നത് അങ്ങായിരിക്കും, ഒന്ന് കിടക്കുന്ന വടക്കാണെങ്കിൽ ഒന്ന് കിടക്കുന്ന തെക്കായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ കൊണ്ട് ആദ്യത്തെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ ആപ്പിൽ അവർ സെറ്റ് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഫുഡ് ഓർഡർ ചെയ്യുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യും, കൊണ്ടുവരുന്ന പാവം ചേച്ചിമാരായിക്കോട്ടെ, ചേട്ടന്മാരായിക്കോട്ടെ, ഈ നിങ്ങൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഈ ഓർഡർ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് പോലും ഇത്തിരി മനസ്സാക്ഷി എന്നൊരു സാധനമില്ല. കാരണം ഒരു ചേട്ടൻ ഈ ഇടയ്ക്ക് ഒരു ചേച്ചി ഇതേപോലെ ഫുഡ് ഓർഡർ ചെയ്തു. ആ ചേട്ടൻ കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് പൈസ തരാൻ പറ്റൂലടാ, നീ ആരടാ? ഒരു പെണ്ണ് കേൾക്കുന്നതാണ്. ഈ പെണ്ണ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ പൈസ തന്നിട്ടേ പോകുള്ളൂ എന്ന് പറയുമ്പോഴേ ഈ പെണ്ണ് എന്ത് ചെയ്യും? നേരെ പോയി വല്ല കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? ഇതേപോലെ ഒരു പുള്ളിക്കാരൻ വന്ന് വീട്ടിൽ ഇരിക്കുകയാണ്, ഇതുവരെ വീട്ടിൽ നിന്ന് പോകുന്നില്ല, എന്ത് ചെയ്യും? അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. ഈ ലോകത്ത് പെണ്ണുങ്ങളുടെ വാക്കിലാണ് എല്ലാത്തിനും ഇപ്പം വില നിൽക്കുന്നത്. ഞാൻ ബാക്കി അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്ത്രീകളുടെ വാക്കിനൊക്കെ തന്നെ ഇപ്പോൾ പലതിനും വില നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ പൈസ കൊടുത്തില്ല, നമുക്ക് അടയ്ക്കേണ്ട വഴിയില്ല. കാരണം ഈ ഡെലിവറി ചെയ്യുന്ന പുള്ളിക്കാരനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവരായിരിക്കും. വൈകുന്നേരമൊക്കെ ചിട്ടി പലിശയൊക്കെ അടയ്ക്കാനുള്ളവരായിരിക്കും ഈ കിടന്ന് ഓടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് രാവിലെ കിടന്ന് വർക്ക് ചെയ്ത് അതിൽ കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടായിരിക്കും അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ജോലിയുള്ളവരായിക്കോട്ടെ, പ്രൈവറ്റ് ജോലിയുള്ളവരായിക്കോട്ടെ, നല്ല ശമ്പളമുള്ളവർ കയറി അവരെടുത്ത് ചുമ്മാ കയറി ചൊറിയാൻ നിൽക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഈ ഇടയ്ക്ക് ഒരു വക്കീലിൻ്റെ വീട്ടിലൊരു പുള്ളിക്കാരൻ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയി. വക്കീലിൻ്റെ വീടെന്ന് പറയുമ്പോൾ വലിയ ഗേറ്റ്, വലിയ വീട്, വലിയ മതിൽ,
ഒരു കള്ളന് പോലും നേരത്തെ ചാടി കയറാൻ പറ്റാത്തൊരു വീട്, നല്ല പൊക്കത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങേര് എന്ത് ചെയ്തു? ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം, അതെല്ലാം നല്ലതാണ്. ഇയാൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നവൻ പറയുന്നത് നമ്മൾ ആപ്പിൽ പൈസ അടച്ചു. അയാൾ പറയുന്ന കാര്യം ആപ്പിൽ പൈസ അടച്ചു. ഈ ആപ്പിൽ പൈസ അടച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരടച്ചോ ഇല്ലേന്ന്. നമുക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അടച്ചിട്ടില്ല. നമ്മൾ ലാസ്റ്റ് എന്ത് പറഞ്ഞു? ആ ചേട്ടൻ പറഞ്ഞു പൈസ അടച്ചിട്ടില്ല സാറ് തന്നേ പറ്റത്തുള്ളൂ. ഏകദേശം 700-800 രൂപ ഉണ്ടായിരുന്നു, സാറ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ സാറ് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു മനസാക്ഷി കാണിക്കാതെ ഫുഡും കൊണ്ട് വീട്ടിൻ്റെ അകത്ത് കയറിപ്പോയി നമുക്ക് ഗേറ്റും ചാടി തുറന്നൊക്കെ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ മനസാക്ഷിയെ പുറത്ത് നമ്മൾ മര്യാദ പുറത്ത് നമ്മൾ വെളിയിൽ നിന്ന് വീണ്ടും സാറേ എന്ന് വിളിക്കുന്നു, ബെല്ലടിക്കുന്നു, ഓണി ബെല്ലടിക്കുന്നു. ഇയാൾ പുറത്ത് വരുന്നില്ല. ലാസ്റ്റ് നാട്ടുകാരെല്ലാം കൂടി എന്താണ് കാര്യമെന്ന് കേട്ടപ്പം ഇയാൾക്ക് മാന്യമര്യാദയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റി. അല്ലാതെ ഒരു വക്കീലാണ്, ഈ വക്കീലിന് മര്യാദയ്ക്ക് ആദ്യം പൈസ കൊടുത്തെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആദ്യം പൈസ കൊടുത്തെങ്കിൽ മറ്റോ മര്യാദയ്ക്ക് ഫുഡും കൊടുത്തിട്ട് അവങ്ങ് പോയേനെ. ഇത്ര നാണം കളയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം ആരായിരുന്നാലും ചെറിയവനായിക്കോട്ടെ വലിയവനായിക്കോട്ടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം വിചാരിക്കുക, ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ ഓടിക്കൊണ്ട് വരുന്ന പയ്യനല്ല, ഫുഡ് കൊണ്ടുവരുന്ന പയ്യനല്ല കുക്ക് ചെയ്യുന്നത്. ഈ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പിന്നെ ഒരു കാര്യം, ഈ റെസ്റ്റോറൻറ്റ് കാര്യം ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത പണി തരും. എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യും. നിങ്ങളിപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ കടയിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അതായത് നിങ്ങളുടെ ഓൺലൈൻ കസ്റ്റമർ അല്ലാതെ ഓഫ്ലൈനായിട്ട് അവരുടെ കടയിൽ വന്ന് ഡൈനിങ്ങിനിരിക്കുന്ന കസ്റ്റമറിനെ അവരാദ്യം അവർക്ക് വേണ്ട സാധനങ്ങളും അവർക്ക് വേണ്ട സഹകരണങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഓൺലൈനിൽ നിന്ന് വരുന്ന ഓർഡറുകൾ അവർ സ്വീകരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാം വരുന്ന ഓർഡറെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൂട്ടിയിടും. പക്ഷേ ഇങ്ങനെ കൂട്ടി ഇട്ടിരുന്നാലും അവർ ഒരു തിരിഞ്ഞും മറിഞ്ഞും നോക്കൂല. നമ്മുടെ ബാലരാമപുരത്ത് തന്നെ അങ്ങനത്തെ ഹോട്ടലുകളുണ്ട്. അതെനിക്കറിയാം. അത് ഞാൻ പേരൊന്നും പറയുന്നില്ല. എന്നെ ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം എനിക്ക് ആ ഓടിയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ ഒരു മാസം മാത്രമേ ഞാൻ ഓടാതിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാ പ്രാവശ്യവും ഞാൻ ഓടുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കറിയാമെന്നുള്ള കാര്യം. ഇയാൾ എന്ത് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ, ഫുഡ് വരുന്ന എല്ലാ ഓർഡറുകളും എല്ലാം അക്സെപ്റ്റ് ചെയ്തിടും. എന്നിട്ട് അവരുടെ കടയിലുള്ള ഓർഡർ എല്ലാം കൊടുത്ത് ഇതിനു ശേഷം മാത്രം ഈ സ്വിഗ്ഗി ആയിക്കോട്ടെ സൊമാറ്റോ ആയിക്കോട്ടെ ഇതിൻ്റെ ഓർഡർ എടുക്കത്തുള്ളൂ. ഇത്രയും സമയം ഡിലേയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഒരാൾ എവിടെ നിന്നാണ് KFCന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ ബാലരാമപുരം ഷീബ ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എനിക്ക് പേരെയൊന്നുമില്ല ആര് പേര് പറയണേന്. അവരുടെ രണ്ടിടത്തുനിന്ന് ഓർഡർ ഉണ്ടായിരുന്നു. ഈ രണ്ടിടത്ത് ഓർഡർ ഉണ്ടായിരുന്നപ്പോൾ ഈ ഷീബയിലുള്ള ആൾ എന്ത് ചെയ്തു? ഒരു ബിരിയാണിയാണ്, ഒരു ചിക്കൻ ബിരിയാണി. ഈ ചിക്കൻ ബിരിയാണി എനിക്ക് അക്സെപ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ എനിക്ക് KFC പോയി എടുക്കാൻ പറ്റത്തുള്ളൂ. KFC പോയിട്ട് ഫുഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ എനിക്ക് ഒരു ചിക്കൻ ബിരിയാണി തന്നത് ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇങ്ങനെ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് ബിരിയാണി എടുക്കാൻ പോയത്. ബിരിയാണി വെക്കാനുള്ള പാത്രമെല്ലാം എടുത്ത് എണ്ണയൊക്കെ അതിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ബിരിയാണി വെക്കാൻ തുടങ്ങിയത്. ഏകദേശം 3/4 മണിക്കൂർ അതിന് ശേഷമാണ് എനിക്ക് ഈ ഒറ്റ ബിരിയാണി ഓർഡർ കിട്ടിയത്. അതും വന്നിട്ട് ഏകദേശം 1:30 എന്തോ ഓർഡർ ചെയ്തതാണ്. 2:30-3 മണി എന്തോ ആയി അയാളെ വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോൾ. അതായത് നമ്മുടെ ബിരിയാണി എനിക്ക് എടുത്തതിന് ശേഷം വേണം എനിക്ക് മറ്റേ KFC പോയി എടുക്കുക. ഈ KFCയുടെ പുള്ളിക്കാരന് 3 മണി വരെ പുള്ളിക്കാരൻ വീട്ടിലുള്ളൂ. എവിടെ ദൂരോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ സാറേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് തന്നാൽ മാത്രമേ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഈ 3 മണിക്ക് പോകാനുള്ള ആൾ 4 മണി വരെ വെയിറ്റ് ചെയ്ത് നിന്ന് മറ്റേ ആൾക്ക് ഞാൻ 3:30 കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ആൾക്ക് 4 മണിക്ക് കൊണ്ട് കൊടുത്തത്. ഇപ്പോഴും നിങ്ങൾ ഓർക്കണം, ഞാൻ അതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. 4 മണിയായിട്ട് പോലും ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. ഈ ആളുകളൊക്കെ ഫുഡ് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരുന്നും കൊണ്ട് വീണ്ടും ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന ആൾ അറ്റ്ലീസ്റ്റ് വെള്ളം കുടിച്ചോ എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ടിപ്പ് കൊടുക്കണ്ട. ഈ ലോകത്ത് തിരുവനന്തപുരത്ത് ഏകദേശം ടിപ്പ് കിട്ടും. ഈ നെയ്യാറ്റിൻകര ബാലാരത്തുള്ള പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ ടിപ്പ് ഇടുന്നത് 1 രൂപ, 2 രൂപ, 3 രൂപ, ഏറ്റവും കൂടുതൽ 5 രൂപ ഈ ടിപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതും ചില സമയത്ത് ഒരാൾ തന്നെ 200 രൂപയ്ക്ക് ഇടുന്നവരുണ്ട്. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ടിപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇടണ്ട. അല്ലാതെ നിങ്ങൾ 1 രൂപ ടിപ്പ് ഇട്ടിട്ട് അവനൊക്കെ തള്ളി കുളിക്കേണ്ട കാര്യമുണ്ട? ഒരു കാര്യമില്ല. ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നത് 1 രൂപ ടിപ്പ്, അതും ഏകദേശം 25 രൂപ ഓർഡർ കൊണ്ടുകൊടുത്ത് എല്ലാം കൂടെ വന്നപ്പോൾ 1 രൂപ ടിപ്പും കൂടെ കൂട്ടി 26 രൂപ. ആ 1 രൂപ ടിപ്പ് ആയിരിക്കും പിച്ചക്കാരനാണ് ഓടുന്നത്. ഒരു പിച്ചക്കാരനുമല്ല ഓടുന്നത്. അവൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാരണം ഓടുന്നുള്ളൂ. ചേച്ചിമാരായിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ എല്ലാവരും ഓടുന്നുണ്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം, ഒരു ചേട്ടൻ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ചേട്ടൻ്റെ തലയ്ക്ക് ഇസ്തിരിപ്പെട്ട് ചടിച്ചു. ഇതിപ്പോൾ ഒരു പെണ്ണായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരു ചേച്ചിയാണ്, ചേച്ചിമാർ ഇഷ്ടം പോലെ ഓടുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി പ്ലാറ്റ്ഫോം എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഫുഡ് കൊണ്ട് കൊടുത്തതെങ്കിൽ എവന്തോ ഇങ്ങനെ തലക്കിട്ട് അടിച്ചു, ആ സ്ത്രീയുടെ തലയ്ക്കാണിട്ട് അടിച്ചെങ്കിൽ എങ്ങനെ കേസ് മാറും? കേസിൻ്റെ രീതിയും മാറും, ഭാവവും മാറും, എല്ലാം മാറും. അവൻ അകത്ത് കിടന്ന് ഇപ്പം ഇമ്മയൊക്കെ അവൻ കിടന്ന് വരയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
ഇപ്പം ഇനി എങ്ങനെ ഈ ചേച്ചിമാരൊക്കെ ഈ ഓരോരുത്തർ വീട്ടിൽ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകും? രാത്രി വെളുപ്പാൻ കാലം വരെ സിറ്റിയിൽ കിടന്ന് ഓടുന്ന ചേച്ചിമാരെ എനിക്കറിയാം, ഈ ഫുഡ് ഡെലിവറി ആയിട്ട്. ഇവരൊക്കെ എന്ത് വിശ്വാസത്തിൽ ഇനി ഓടും? അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഓടുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ജീവിക്കാനാണ് വർക്ക് ചെയ്യുന്നത്, പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഓർഡർ ചെയ്യുന്നവർ മനസാക്ഷി കാണിക്കുക, എന്നും നല്ല രീതിയിൽ സ്നേഹത്തോടെയും പെരുമാറ്റത്തോടെയും പോയാൽ നിങ്ങളും ദൈവം അനുഗ്രഹിക്കും, അവരെയും ദൈവം അനുഗ്രഹിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം യൂട്യൂബിൽ ഞാൻ ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ അടുത്ത് വേറൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, വിടാ നീ ഇന്നതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. കാരണം ഞാൻ ഇടുന്ന ലോങ് വീഡിയോസ് ചില വീഡിയോസ് മാത്രം 1000 പേര് കാണും, ചിലത് 50, 60 കിടക്കത്തുള്ളൂ. ഈ വീഡിയോ എത്ര പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര പോയാലും ഒരാളെങ്കിലും കണ്ടാൽ എനിക്ക് വലിയ ഉപകാരമാണ്. കാരണം ആ ഒരാളെങ്കിലും ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഇനിയെങ്കിലും മാന്യപരമായിട്ട് ഓർഡർ ചെയ്യട്ടെ, പെരുമാറട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.